നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ cos x ഇൻറ്റു cos 2x ഇൻറ്റു cos 3x. അപ്പം 3 ഫംഗ്ഷൻസ് എന്ത് ചെയ്തേക്കോ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക അല്ലയോ, വിച്ച് ഈസ് ഈക്വൽ ടു y എന്ന് വിളിക്കാം. ഓക്കെ, സോ 3 ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുക. നമുക്കറിയാം ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ രണ്ടിനെയും ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണണം, ഇതിനെ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് കാണണം, ഇതിനെ രണ്ടിനെയും കൂടെ u ആയിട്ട് കാണണം, ഇതിനെ v ആയിട്ട് കാണണം. എന്നിട്ട് നമുക്ക് u' v വെച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഈ ഫംഗ്ഷനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഹെക്റ്റിക് പ്രോസസ്സാണ്, വലിയ പ്രോസസ്സാണ് നമുക്കറിയാം. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്ത് കിടന്നാൽ അതിനെ പ്ലസ് ആക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അല്ലേ. നമുക്കറിയാം എയും ബിയും സിയും മൾട്ടിപ്ലൈ ചെയ്ത് കിടന്നാൽ അതിനെ പ്ലസ് ആക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോഗ് എടുത്താൽ മതി. ലോഗ് എടുത്താൽ അത് എന്താവും, ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി ആയിക്കോളും. ഓക്കെ, ഇനി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ലോഗ് എ ഡെറിവേറ്റ് ചെയ്യുക, ലോഗ് ബി ഡെറിവേറ്റ് ചെയ്യുക, ലോഗ് സി ഡെറിവേറ്റ് ചെയ്യുക. സിമ്പിൾ അല്ലേ. സോ ആ ഐഡിയ യൂസ് ചെയ്യാൻ നമുക്ക് ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ലോഗ് എടുക്കാൻ പോവാ. സോ വൈയുടെ അവിടെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈയുടെ അവിടെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് ലോഗ് വൈ എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു ഇവന്റെ ലോഗ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, ലോഗ് ഓഫ് എന്തുണ്ട് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് കോസ് 2x പ്ലസ് ലോഗ് ഓഫ് കോസ് 3x. ഓക്കെ, സോ ഡെറിവേറ്റ് ചെയ്യുക, ലോഗ് വൈയെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1/y ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ചെയ്യണം. സോ dy/dx ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് കോസ് എക്സ്. ലോഗിന്റെ ഡെറിവേറ്റീവ് എന്തുവാ, 1/. സോ ലോഗ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ, 1/. കോസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ആരെ ചെയ്യണം, ലോഗിനകത്ത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ കിടക്കുക. സോ ലോഗിനകത്തൊരു ഫംഗ്ഷൻ കിടപ്പുണ്ട് കോസ് അല്ലേ. സോ കോസിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് 2x ഡെറിവേറ്റീവ് എന്തുവാ, ലോഗ് കോസ് 2x ഡെറിവേറ്റീവ്, ലോഗിന്റെ ഡെറിവേറ്റീവ് 1/. സോ 1/. കോസ് 2x. ഇനി നമുക്ക് ആരുടെ ഡെറിവേറ്റീവ് എടുക്കണം, കോസ് 2x ഡെറിവേറ്റീവ് എടുക്കണം. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം. കോസിന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ 2x. ഇനി എന്താ ഉണ്ടറാ, അവിടെ കൊണ്ട് തീർന്നോ, ഇല്ല, കോസ് 2x ആ കിടന്നത് ഇല്ലയോ. സോ കോസിനകത്ത് 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 2x ഡെറിവേറ്റീവ് എടുക്കണം. 2x ഡെറിവേറ്റീവ് എന്തുവാ, അത് 2 പ്ലസ് അടുത്ത ആരാ, കോസ് 3x, ലോഗ് ഓഫ് കോസ് 3x. ഇതുപോലെ 1/. കോസ് 3x ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 3x. ഇനി നമുക്കറിയാം തീർന്നില്ല, സൈനകത്ത് എന്തോ കിടന്നത്, 3x എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കിടന്നത്. സോ 3xന്റെ ഡെറിവേറ്റീവ് എന്തുവാ, 3. ആൻസർ ആയി. സോ നമുക്ക് വേണ്ടത് എന്താ, dy/dx ഈസ് ഈക്വൽ ടു y അപ്പുറം കൊണ്ടുപോകാം, y ഇൻറ്റു y എന്ന് പറഞ്ഞാൽ എന്താ, y എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. സോ വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x. ഇനി ഇവിടെ ആര് കിടപ്പുണ്ടായിരുന്നു, ഇവിടെ കിടന്നമാര് താണ്ട് ഇതല്ലയോ, ഇവിടെ മൈനസിനെ എല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോയി, കോമൺ എടുക്കുക. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസിനെ എല്ലാം കോമൺ എടുത്ത് അവനെ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി അകത്താരുണ്ട്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, അതെന്താ ടാൻ എക്സ് പ്ലസ് സൈൻ 2x ബൈ കോസ് 2x, അതെന്താ ടാൻ 2x. ഇവിടെ 2 ഉണ്ട് ഇല്ലയോ. സോ 2 ടാൻ 2x പ്ലസ് ഇവിടെ എന്താ ഉണ്ട്, ഒരു 3 ഉണ്ട്, സൈൻ 3x ബൈ കോസ് 3x എന്താവും, ടാൻ 3x. ആൻസർ ആയി, ടാൻ 3x. ഓക്കെ ആണേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോഴേ ചോദിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ.